ഇനി ഒരിക്കലും ആരോടിങ്ങനെ പെരുമാറരുത് റയാൻ. എനിക്ക് നിന്റെ ദേഷ്യം കാണുമ്പോൾ പേടിയാവും. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് തലചായ്ച്ചുകൊണ്ട് പറഞ്ഞു. ഇല്ലടാ, ഇനി ഞാൻ ശ്രദ്ധിക്കാം. റയാൻ അവളുടെ തലമുടിയിലൂടെ കൈകൾ ഓടിച്ചുകൊണ്ട് അവളെ ആശ്വസിപ്പിച്ചു. ആ രാവിലെ അവർക്കിടയിൽ വീണ്ടും പ്രണയത്തിന്റെ ഒരു വസന്തം തീർക്കുകയായിരുന്നു. റയാന്റെ സ്പർശങ്ങൾ കൂടുതൽ ആഴത്തിലുള്ളതും തീവ്രവുമായി മാറി. മേഘ്ന തന്റെ ആശങ്കകളെല്ലാം ആ പ്രണയക്കടലിൽ ഒഴുക്കിവിട്ടു. അതേസമയം നഗരത്തിന്റെ മറുഭാഗത്ത് ദേവ് കടുത്ത അസ്വസ്ഥതയിലായിരുന്നു. ഇന്നലെ കഫേയിൽ വെച്ച് കണ്ട കാഴ്ചകൾ അവന്റെ മനസ്സിൽ നിന്നും മായുന്നുണ്ടായിരുന്നില്ല. മേഘ്നയുടെ കണ്ണുകളിൽ അവൻ കണ്ടത് വെറുമൊരു അത്ഭുതമായിരുന്നില്ല, കടുത്ത ഭയമായിരുന്നു. കുട്ടിക്കാലത്ത് അവളുടെ അച്ഛൻ അമ്മയെ ഉപദ്രവിക്കുമ്പോൾ മേഘ്നയുടെ കണ്ണുകളിൽ അവൻ കണ്ടിരുന്ന അതേ ഭയം. ബാംഗ്ലൂരിലെ നല്ലൊരു ജോലി ഉപേക്ഷിച്ച് കൊച്ചിയിലേക്ക് വന്നത് തന്നെ മേഘ്നയെ കണ്ടെത്താൻ വേണ്ടിയായിരുന്നു. ഒരു പഴയ സുഹൃത്ത് എന്നതിനപ്പുറം ദേവിന്റെ മനസ്സിൽ മേഘ്നയോടുള്ള പ്രണയം ഒട്ടും കുറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നാൽ അവൾ മറ്റൊരു ജീവിതത്തിലേക്ക് പതുക്കെ ചുവടുവെക്കുന്നു എന്ന് മനസ്സിലാക്കിയപ്പോൾ അവൻ്റെ ഉള്ളൊന്നു പിടഞ്ഞു. എങ്കിലും ആ ഡോക്ടറുടെ സ്വഭാവം മേഘ്നയ്ക്ക് സുരക്ഷിതമല്ലെന്ന് അവൻ ഉറച്ചു വിശ്വസിച്ചു. ദേവ് പതുക്കെ ഫോണെടുത്ത് മേഘ്നയുടെ നമ്പറിലേക്ക് വിളിച്ചു. പലതവണ റിങ് ചെയ്തതിന് ശേഷമാണ് അവൾ ഫോൺ എടുത്തത്. ഹലോ മേഘ്ന, ഞാൻ ദേവാണ്. ഇന്നലെ എന്തെങ്കിലും പ്രശ്നമുണ്ടായോ? നീ സേഫാണോ? ദേവിന്റെ ശബ്ദത്തിൽ കടുത്ത ആശങ്കയുണ്ടായിരുന്നു. മറുപുറത്ത് മേഘ്ന റയാന്റെ കാറിലിരുന്ന് കഫേയിലേക്ക് പോവുകയായിരുന്നു. റയാൻ തന്നെയാണ് കാർ ഓടിക്കുന്നത്. ദേവിന്റെ പേര് ഫോൺ സ്ക്രീനിൽ തെളിഞ്ഞത് റയാൻ കണ്ടിരുന്നില്ല. മേഘ്ന വേഗത്തിൽ ശബ്ദം താഴ്ത്തി സംസാരിച്ചു. ഞാൻ സേഫാണ് ദേവ്. ഇന്നലെ ഉണ്ടായതൊക്കെ ഒരു തെറ്റിദ്ധാരണ മാത്രമാണ്. റയാൻ ഒരു ഡോക്ടറാണ്, അതിൻ്റെ കുറച്ച് സ്ട്രെസ്സൊക്കെ പുള്ളിക്കുണ്ട്. നീ അതോർത്ത് വിഷമിക്കേണ്ട, ഞാൻ പിന്നെ വിളിക്കാം. റയാൻ ശ്രദ്ധിക്കാതിരിക്കാൻ അവൾ വേഗത്തിൽ ഫോൺ കട്ട് ചെയ്തു. എന്നാൽ മേഘ്നയുടെ ആ പരിഭ്രമം റയാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. അവൻ കാറിന്റെ വേഗത പതുക്കെ കുറച്ച് റോഡരികിലേക്ക് ഒതുക്കി നിർത്തി. ആരായിരുന്നു മേഘ്ന ഫോണിൽ? റയാന്റെ ശബ്ദം പെട്ടെന്ന് ഗൗരവമുള്ളതായി മാറി. അത് കഫേയിലെ സ്റ്റാഫായിരുന്നു റയാൻ. സാധനങ്ങൾ വാങ്ങുന്ന കാര്യം ചോദിക്കാൻ. മേഘ്ന ഒരു കള്ളം പറഞ്ഞു. റയാനോട് വീണ്ടും ദേവിന്റെ പേര് പറയാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. റയാൻ അവളെ കുറച്ചുനേരം സൂക്ഷിച്ചു നോക്കി. അവന്റെ ആ നോട്ടം മേഘ്നയിൽ ഒരു ചെറിയ വിറയലുണ്ടാക്കി. അവൻ പതുക്കെ അവളുടെ കയ്യിലിരുന്ന ഫോൺ വാങ്ങി ലാസ്റ്റ് കോൾ ലിസ്റ്റ് പരിശോധിച്ചു. അതിൽ ദേവ് എന്നെഴുതിയിരിക്കുന്നത് അവൻ കണ്ടു. കാറിനുള്ളിൽ വീണ്ടും നിശബ്ദത പടർന്നു. റയാൻ ഒന്നും സംസാരിച്ചില്ല. അവൻ ഫോൺ തിരികെ അവളുടെ മടിയിലേക്ക് ഇട്ടു. അവന്റെ മുഖത്തെ ഭാവങ്ങൾ മാറുന്നത് മേഘ്ന ഭയത്തോടെയാണ് നോക്കിക്കണ്ടത്. അവൻ കാറ് സ്റ്റാർട്ട് ചെയ്ത് കഫേയുടെ മുന്നിലേക്ക് അമിത വേഗത്തിൽ ഓടിച്ചു നിർത്തി. ഇറങ്ങിക്കോ, റയാൻ മുന്നോട്ട് നോക്കിക്കൊണ്ട് തന്നെ പറഞ്ഞു. അവന്റെ ശബ്ദത്തിൽ ആ മാറ്റം വ്യക്തമായിരുന്നു. റയാൻ, ഞാൻ വെറുതെ. മേഘ്ന എന്തോ പറയാൻ തുടങ്ങിയെങ്കിലും റയാൻ അവളെ തടഞ്ഞു. എനിക്ക് ഹോസ്പിറ്റലിൽ ഒരു അർജന്റ് സർജറി ഉണ്ട് മേഘ്ന, എനിക്ക് സമയമില്ല, നീ ഇറങ്ങ്, അവൻ പരുക്കൻ ശബ്ദത്തിൽ പറഞ്ഞു. മേഘ്ന കൺകോണിൽ നിറഞ്ഞ കണ്ണീരുമായി കാറിൽ നിന്നും ഇറങ്ങി. കാർ വലിയൊരു ശബ്ദത്തോടെ അവിടെ നിന്നും പാഞ്ഞുപോയി. മേഘ്ന കഫേയിലേക്ക് നടക്കുമ്പോൾ അവളുടെ മനസ്സ് വല്ലാതെ ഭാരപ്പെട്ടിരുന്നു. ഒരു ചെറിയ കള്ളം പറഞ്ഞത് കാര്യങ്ങൾ ഇത്രയും വഷളാകുമെന്ന് അവൾ കരുതിയില്ല. ദിവസങ്ങൾ കടന്നുപോയി. റയാൻ പിന്നീട് മേഘ്നയെ വിളിക്കുകയോ മെസ്സേജ് അയക്കുകയോ ചെയ്തില്ല. മേഘ്ന പലതവണ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും അവൻ ഫോൺ എടുത്തില്ല. പ്രണയത്തിൻ്റെ ആ വലിയ ആകാശത്തു നിന്നും പെട്ടെന്നൊരു ശൂന്യതയിലേക്ക് വീണതുപോലെ അവൾക്ക് തോന്നി. കഫേയിലെ ജോലികളിൽ പോലും അവൾക്ക് ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല. ഒരു വൈകുന്നേരം കഫേയിലെ തിരക്കുകളെല്ലാം കഴിഞ്ഞ് മേഘ്ന ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് ദേവ് അങ്ങോട്ട് വന്നത്. അവളുടെ വാടിയ മുഖം കണ്ടപ്പോൾ തന്നെ അവൾക്ക് എന്തോ പ്രശ്നമുണ്ടെന്ന് അവൻ മനസ്സിലാക്കി. മേഘ്ന, നീ എന്തെങ്ങനെ ഇരിക്കുന്നത്? ആ ഡോക്ടറായി വീണ്ടും വല്ല പ്രശ്നമുണ്ടായോ? ദേവ് അവളുടെ അരികിലിരുന്നു കൊണ്ട് ചോദിച്ചു. മേഘ്നയ്ക്ക് പിന്നീട് തൻ്റെ വികാരങ്ങളെ അടക്കി നിർത്താൻ കഴിഞ്ഞില്ല.
അവൾ ദേവിന് മുന്നിൽ പൊട്ടിക്കരഞ്ഞുപോയി. റയാന്റെ അമിതമായ ദേഷ്യത്തെക്കുറിച്ചും എന്നാൽ അവൻ തന്നെ എത്രമാത്രം ജീവനായി സ്നേഹിക്കുന്നുണ്ടെന്നും അവൾ ഒരേ ശ്വാസത്തിൽ പറഞ്ഞു തീർത്തു. ദേവ് ശാന്തനായി അവളെ കേട്ടിരുന്നു. അവൻ അവളെ തോളിൽ പതുക്കെ കൈവച്ച് ആശ്വസിപ്പിച്ചു. മേഘ്ന, സ്നേഹമെന്ന് പറഞ്ഞാൽ പങ്കാളിയെ ഭയപ്പെടുത്തുന്ന ഒന്നല്ല. അതവർക്ക് സ്വാതന്ത്ര്യവും സമാധാനവും നൽകുന്ന ഒന്നാവണം. നീ നിന്റെ അച്ഛൻ്റെ സ്വഭാവം കണ്ടല്ലേ വളർന്നത്. വീണ്ടും അങ്ങനെ ഒരു ജീവിതത്തിലേക്കാണോ നീ നടന്നു പോകുന്നത്? ദേവിൻ്റെ ആ ചോദ്യം മേഘ്നയുടെ നെഞ്ചിൽ തുളച്ചു കയറി. ദേവ് പറഞ്ഞത് ശരിയാണെന്ന് അവളുടെ മനസ്സ് പറയുന്നുണ്ടായിരുന്നു. എന്നാൽ റയാൻ തനിക്ക് നൽകിയ ആ സുന്ദരമായ നിമിഷങ്ങളും അവൻ്റെ തീവ്രമായ പ്രണയവും മറക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല. അവർ സംസാരിച്ചിരിക്കുമ്പോഴാണ് കഫയുടെ ഗ്ലാസ് ഡോർ തള്ളി തുറന്ന് റയാൻ അകത്തേക്ക് കടന്നു വന്നത്. ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി കഴിഞ്ഞ് ക്ഷീണിതനായ രൂപത്തിലായിരുന്നു അവൻ. എന്നാൽ ദേവിന് വീണ്ടും മേഘ്ന അരികിൽ കണ്ടതും അവൻ്റെ ക്ഷീണമെല്ലാം മാറി കണ്ണുകളിൽ കനലെരിഞ്ഞു തുടങ്ങി. അവൻ നേരെ അവരുടെ അടുത്തേക്ക് നടന്നു വന്നു. ഇത്തവണ അവൻ ബഹളമുണ്ടാക്കിയില്ല. പകരം മേഘയുടെ കയ്യിൽ ബലമായി പിടിച്ചെഴുന്നേൽപ്പിച്ചു. എൻ്റെ കൂടെ വരുന്നുണ്ടോ മേഘ്ന? റയാന്റെ ശബ്ദം ശാന്തമായിരുന്നു. എന്നാൽ അതിലൊരു കൽപ്പനയുണ്ടായിരുന്നു. റയാൻ, പ്ലീസ്, നമുക്ക് സംസാരിക്കാം. മേഘ്ന ദേവിനെ നോക്കി പരങ്ങി. നിന്നോടല്ലേ ഞാൻ ചോദിച്ചത്, വരുന്നുണ്ടോ ഇല്ലയോ? അവൻ അവളുടെ കയ്യിലെ പിടി കൂടുതൽ മുറുക്കി. അവളുടെ വളകൾ അവളുടെ ചർമ്മത്തിൽ അമർന്ന് പതുക്കെ ചോര പൊടിഞ്ഞു. താൻ അവളുടെ കയ്യിൽ നിന്നും പിടിവിടാൻ ഞാൻ ഇന്നലെയും പറഞ്ഞതല്ലേ ഡോക്ടർ? ദേവ് ദേഷ്യത്തോടെ എഴുന്നേറ്റ് റയാന്റെ കൈ തട്ടിമാറ്റി. അടുത്ത നിമിഷം സംഭവിച്ചത് കഫയിലുള്ള ആരും പ്രതീക്ഷിക്കാത്ത ഒന്നായിരുന്നു. റയാൻ തന്റെ കയ്യിലിരുന്ന കനത്ത മെറ്റൽ വാച്ച് കൊണ്ട് ദേവിന്റെ മുഖത്തടിച്ചു. ദേവ് ചോരയൊലിപ്പിച്ചുകൊണ്ട് നിലത്തേക്ക് വീണു. കഫയിലാകെ സ്ത്രീകളുടെ നിലവിളി ശബ്ദമുയർന്നു. ദേവ്! മേഘ്ന ഉറക്കെ നിലവിളിച്ചുകൊണ്ട് ദേവിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു. അവൻ വീണു കിടന്നിരുന്ന് അവൾ അവന്റെ മുഖത്തെ ചോര തുടയ്ക്കാൻ ശ്രമിച്ചു. ദേവിനെ മേഘ്ന തൊടുന്നത് കണ്ട റയാന്റെ ഉള്ളിലെ മൃഗം വീണ്ടും ഉണർന്നു. അവൻ മേഘ്നയുടെ മുടിയിൽ കുത്തിപ്പിടിച്ച് പുറകോട്ട് വലിച്ചു. നിനക്കിവനെ അത്രയ്ക്കും വേണമല്ലേടി എന്ന് ചോദിച്ച് അവൻ മേഘ്നയുടെ കവളിൽ ആഞ്ഞു തല്ലി. ആടിയുടെ ആഘാതത്തിൽ മേഘ്ന കഫയിലെ ടേബിളിന്റെ മൂലയിലേക്ക് തെറിച്ചു വീണു. അവളുടെ നെറ്റി ടേബിളിന്റെ മൂർച്ചയുള്ള വശത്ത് തട്ടി മുറിഞ്ഞു. ചോര അവളുടെ മുഖത്തിലൂടെ ഒലിച്ചിറങ്ങാൻ തുടങ്ങി. കണ്ണുകളിൽ ഇരുട്ട് കയറുന്നതിനിടയിലും മേഘ്ന റയാനെ നോക്കി. റയാൻ തന്റെ കൈകളിലേക്ക് നോക്കി തരിച്ചു നിൽക്കുകയായിരുന്നു. താൻ എന്താണ് ചെയ്തതെന്ന ഭയം അവന്റെ മുഖത്ത് വ്യക്തമായിരുന്നു. അവൻ മേഘനയുടെ അടുത്തേക്ക് വരാനാഞ്ഞു. എന്നെ തൊട്ടു പോകരുത് റയാൻ, മാറി നിൽക്ക്. മേഘ്ന തന്റെ സർവ്വശക്തിയും എടുത്ത് ഉറക്കെ നിലവിളിച്ചു. അവളുടെ ആ നിലവിളി ആ കഫയ്ക്കുള്ളിൽ പ്രതിധ്വനിച്ചു. റയാൻ ഭയത്തോടെ 1-2 ചുവട് പുറകോട്ട് മാറി. തന്റെ ജീവിതം എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാകാതെ മേഘന കൺകോണിൽ ചോരയുമായി ബോധരഹിതയായി വീണു. ബോധം തിരികെ വന്നപ്പോൾ മേഘന ആദ്യം കണ്ടത് കഫയുടെ മച്ചിൽ നേർത്ത വെളിച്ചമല്ല, പകരം വെളുത്ത സീലിങ്ങും കയ്യിലേക്ക് ഘടിപ്പിച്ചിരിക്കുന്ന ട്രിപ്പിന്റെ ട്യൂബുകളുമാണ്. മൂക്കിലേക്ക് അടിച്ചു കയറിയ സ്പിരിറ്റിന്റെ കടുത്ത ഗന്ധം അവൾക്ക് സ്ഥലം മനസ്സിലാക്കി കൊടുത്തു. ഇതൊരു ഹോസ്പിറ്റൽ റൂമാണ്. നെറ്റിയിൽ കനത്ത ഭാരവും നീറ്റലും അനുഭവപ്പെട്ടു. പതുക്കെ കൈയുയർത്തി തൊട്ടു നോക്കിയപ്പോൾ അവിടെ വലിയൊരു ബാൻഡേജ് ഒട്ടിച്ചിട്ടുണ്ടായിരുന്നു. കഫയിൽ വെച്ച് നടന്ന ആ ഭയപ്പെടുത്തുന്ന രംഗങ്ങൾ ഓരോന്നായി അവളുടെ മനസ്സിലേക്ക് ഇരച്ചു കയറി. റയാന്റെ ദേഷ്യം, ദേവിന്റെ മുഖത്തു നിന്നും ഒലിച്ചിറങ്ങിയ ചോര, ഒടുവിൽ റയാന്റെ കൈകളിൽ നിന്നും തന്റെ കവിളിലേക്ക് പതിച്ച ആ കനത്ത പ്രഹരം. ഓർക്കുന്തോറും അവളുടെ ശരീരം വീണ്ടും വിറയ്ക്കാൻ തുടങ്ങി. പെട്ടെന്നാണ് റൂമിന്റെ വാതിൽ പതുക്കെ തുറക്കപ്പെട്ടത്. അകത്തേക്ക് വന്ന രൂപത്തെ കണ്ടതും മേഘന അറിയാതെ ബെഡിന്റെ ഒരു കോണിലേക്ക് ഒതുങ്ങി നിന്നു. അത് റയാനായിരുന്നു. ഇൻഡ്യൂട്ടി ഡോക്ടർമാരുടെ നീല വസ്ത്രം ധരിച്ച അവൻ തികച്ചും തളർന്ന നിലയിലായിരുന്നു. കണ്ണുകൾ ചുവന്നു വീർത്തിരിക്കുന്നു. തലമുടിയാകെ അലങ്കോലമായി കിടക്കുന്നു. തലേ ദിവസം രാത്രിയിലെ ആ ക്രൂരനായ മനുഷ്യന്റെ യാതൊരു ലക്ഷണവും ഇപ്പോൾ അവനിൽ ഉണ്ടായിരുന്നില്ല. അവൻ പതുക്കെ അവളുടെ ബെഡിനടുത്തേക്ക് നടന്നു വന്നു.
മേഘ്ന. അവന്റെ ശബ്ദം അങ്ങേയറ്റം ആർദ്രവും പതറിയതുമായിരുന്നു. അവൻ അവളെ കൈകളിൽ തൊടാനാഞ്ഞു. തൊട്ടുപോകരുതെന്നെ. മേഘ്ന തന്റെ കയ്യിലെ ട്രിപ്പിന്റെ സൂചി പോലും വകവയ്ക്കാതെ കൈ പുറകോട്ട് വലിച്ചു. അവളുടെ കണ്ണുകളിൽ പ്രണയമായിരുന്നില്ല, കടുത്ത ഭയവും വെറുപ്പുമായിരുന്നു. റയാൻ ഒരു നിമിഷം തരിച്ചു നിന്നു. പിന്നീട് അവൻ ബെഡിനരികിൽ മുട്ടുകുത്തിയിരുന്ന് അവന്റെ 2 കൈകളും കൂപ്പി മേഘ്നയ്ക്ക് മുന്നിൽ തല താഴ്ത്തി. എനിക്ക് തെറ്റുപറ്റിപ്പോയി മേഘ്ന. ഞാനൊരു മൃഗത്തെപ്പോലെയാണ് പെരുമാറിയത്. എൻ്റെ കൈകൾ കൊണ്ട് നിന്നെ ഞാൻ നോവിച്ചു എന്ന് എനിക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. സർജറി കഴിഞ്ഞ് കഫേയിലേക്ക് വരുമ്പോൾ കടുത്ത മാനസിക സമ്മർദ്ദത്തിലായിരുന്നു ഞാൻ. അതിൻ്റെ കൂടെ ആ ദേവിനെ വീണ്ടും നിന്റെ അരികിൽ കണ്ടപ്പോൾ എനിക്ക് എന്നെ തന്നെ നഷ്ടപ്പെട്ടു പോയി. പ്ലീസ് മേഘ്ന, എന്നോട് ക്ഷമിക്ക്. നീയില്ലാതെ എനിക്ക് ജീവിക്കാൻ കഴിയില്ല. അവൾ അവിടെ ബെഡ്ഷീറ്റിൽ മുഖം പൂഴ്ത്തി ഒരു കുട്ടിയെ പോലെ പൊട്ടിക്കരഞ്ഞു. ഒരു പ്രശസ്തനായ ഡോക്ടർ ഹോസ്പിറ്റലിലെ സ്വന്തം ക്യാബിനിൽ വെച്ച് ഒരു രോഗിക്ക് മുന്നിൽ എന്ന വണ്ണം തന്റെ കാമുയുടെ കാൽക്കൽ വീണ് കരയുന്നു. ഈ കാഴ്ച ഏതൊരു പെൺകുട്ടിയുടെയും മനസ്സിനെ അലിയിക്കുന്ന ഒന്നാണ്. മേഘ്നയുടെ ഉള്ളിലും നേരിയൊരു ദയ തോന്നിത്തുടങ്ങി. അവൾ പതുക്കെ നെറ്റിയുടെ മുറിവിൽ കൈവച്ചു. കുട്ടിക്കാലത്ത് അമ്മ ഇതുപോലെ അച്ഛൻ്റെ അടികൊണ്ട് കരയുമ്പോൾ അച്ഛനും പിറ്റേന്ന് രാവിലെ വന്ന് അമ്മയുടെ കാല് പിടിച്ച് ക്ഷമ ചോദിക്കുമായിരുന്നു. അമ്മ അപ്പോഴെല്ലാം ക്ഷമിച്ചു. അതിൻ്റെ ഫലമായി അമ്മയ്ക്ക് ജീവിതകാലം മുഴുവൻ ആ വേദന സഹിക്കേണ്ടി വന്നു. ആ ഓർമ്മ മേഘ്നയുടെ മനസ്സിനെ വീണ്ടും കഠിനമാക്കി. റയാൻ, നീ നിന്റെ ജോലിയിലെ സ്ട്രെസ് കാരണം എന്നെ തല്ലി എന്ന് പറയുന്നത് വെറും ന്യായീകരണം മാത്രമാണ്. ഇന്നലെ നീ ദേവിന് എന്താണ് ചെയ്തത്? അവൻ എവിടെ? അവൻ എങ്ങനെയുണ്ട്? മേഘ്ന ഉത്കണ്ഠയോടെ ചോദിച്ചു. ഇത് നമ്മുടെ സ്റ്റോറിയുടെ 3ാമത്തെ പാർട്ടാണ് കേട്ടോ. നിങ്ങൾക്ക് ഈ സ്റ്റോറി ഇഷ്ടപ്പെടുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ എന്തായാലും വന്ന് അറിയിക്കാൻ മറക്കരുത്. അതുപോലെ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ ഇതുപോലുള്ള സ്റ്റോറീസ് ഇനിയും നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.